വീട്ടിൽ ഐശ്വര്യം കിട്ടണമെങ്കിൽ ഐപ്ലസ് ടി വി വാങ്ങിക്കുക. മറക്കാതെ ഐപ്ലസ് ടി വി വാങ്ങിച്ചാലേ നിങ്ങളെ വീട്ടിൽ ഐശ്വര്യം കിട്ടും. ഈ ബിസിനസ്സിന് എൻ്റെ അച്ഛൻ തന്നത് 5000 രൂപ മാത്രമാണ്. പക്ഷേ ഇന്ന് ഒരു കൊല്ലം എൻ്റെ ടേൺ ഓവർ 200 കോടിക്കാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഐപ്ലസ് ഇന്ന് ലോകം അറിയത്തക്ക ബ്രാൻഡായിട്ട് നിങ്ങൾ തന്നെ മാറ്റിയത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നോക്കിയാൽ നമ്മള് കോയമ്പത്തൂർ ഐപ്ലസിന്റെ ഫാക്ടറിയിലാണ് ഈ വീഡിയോ ഇടുന്നത്. ഐപ്ലസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ വീട്ടിലും ഐപ്ലസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഐപ്ലസ് ടി വി നമ്മൾ വാങ്ങിക്കുന്നത്? 3 കൊല്ലം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരേ ബ്രാൻഡ് ഐപ്ലസ് ടി വി മാത്രമാണ്. അത് മാത്രമല്ല, ഇടിവൊട്ടിയാലും റീപ്ലേസ്മെന്റ് കൊടുക്കുന്ന ഒരേ ബ്രാൻഡ് നമ്മളാണ്. നിങ്ങളെ കൊച്ചുങ്ങൾ അടിച്ച് പൊട്ടിച്ചാലും റീപ്ലേസ്മെന്റ് കൊടുക്കുന്ന ഒരേ ബ്രാൻഡ് ഐപ്ലസ് മാത്രമാണ്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഐപ്ലസിന്റെ ഷോറൂം ഉണ്ട്. ചേട്ടനല്ല ആങ്കർ, ഞാനാണ് ആങ്കർ. ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഹൈ എനർജി കാരണം ഞങ്ങൾ ആങ്കർ ആക്കേണ്ടി വന്നതാണ് കേട്ടോ. ഐപ്ലസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അടിപൊളി LGയുടെ പ്രോഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 12000 രൂപ ഉള്ള ഒരു ഫുൾ HD ടി വി നമ്മൾ വിഷുവിന് വേണ്ടിയും റംജാന് വേണ്ടിയും 8500 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, കേരളത്തിൽ നിന്ന് എവിടെ എടുത്താലും ടി വികൾ ഒവ്വൊരു ഷോറൂമിലും ഒവ്വൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടല്ല, ഗൂഗിൾ ടി വി. ഈ ഗൂഗിൾ ടി വി എന്ന് വെച്ചാൽ QLED ടെക്നോളജിയാണ്. എവിടെ നിങ്ങൾ ചെന്ന് ചോദിച്ചാലും ഇതേപോലെയുള്ള ക്വാളിറ്റി ഉള്ള ടി വി വാങ്ങിക്കണമെങ്കിൽ 2 ലക്ഷത്തിന് മുകളിലേ പറയത്തുള്ളൂ. പക്ഷേ ഐപ്ലസിൽ നിങ്ങൾ വന്ന് എവിടെ എടുത്താലും നിസ്സാരം പൈസയ്ക്ക് 3 കൊല്ലം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും അടിച്ചിതാകണ്ട ഇത്രയും വലിയ അടിച്ച് പൊട്ടിച്ചാലും നമ്മൾ മാറ്റി കൊടുക്കും. ഓക്കെ, അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കുട്ടികൾ ഉൾപ്പെടെ ആര് ടി വി തല്ലിപ്പൊട്ടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നാലും ചേട്ടൻ ടി വി മാറ്റി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഭർത്താവും ഭാര്യയും കൂടെ തല്ലുകൂടി ടി വി തല്ലിപ്പൊട്ടിച്ചാലും ചേട്ടൻ മാറ്റി തരുമെന്നാണ് ഗ്യാരണ്ടി പറഞ്ഞത്. ഐപ്ലസ് നിങ്ങൾ എടുക്കുന്ന ടി വി എവിടെ എടുത്താലും ശരിയാകണ്ടല്ല, ഇത്രയും വലിയ കണ്ടല്ല, ഉടക്കുന്നുണ്ട്, സൗണ്ട് കണ്ടല്ലോ, ഇത്രയും വലിയ ടി വി കണ്ട, നോക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. എത്ര അടിച്ചു പൊട്ടിച്ചാലും ശരി, ഐപ്ലസ് ടി വി പൊട്ടിയാൽ മാറ്റി തരും. അങ്ങനെയാണ് നമ്മൾ ഇതുവരയ്ക്കും നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു ബ്രാൻഡ് വാങ്ങിക്കുന്നേക്കാളും ഐപ്ലസ് നിങ്ങൾ വാങ്ങിക്കുമ്പം നിങ്ങൾക്ക് ഗുണം കിട്ടും. അതുമാത്രമല്ല, ഐപ്ലസ് ടി വി വാങ്ങിക്കുമ്പം ഐശ്വര്യം കിട്ടും എന്ന് ഒരു കസ്റ്റമർ എൻ്റെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിങ്ങളെ വീട്ടിൽ ഐശ്വര്യം കിട്ടണമെങ്കിൽ ഐപ്ലസ് ടി വി വാങ്ങിക്കുക. മറക്കാതെ ഐപ്ലസ് ടി വി വാങ്ങിച്ചാലേ നിങ്ങളെ വീട്ടിൽ ഐശ്വര്യം കിട്ടും. എൻ്റെയൊക്കെ സ്കൂൾ ലൈഫിൽ ടീച്ചേഴ്സ് ബ്ലാക്ക് ബോർഡിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പം നേരെ തിരിച്ചാണ്. ഇപ്പം ഇൻട്രാക്റ്റീവ് ഡിജിറ്റൽ പാനൽ എന്ന് പറഞ്ഞിട്ട് ഈ ഇരിക്കുന്ന സാധനത്തിലാണ് ഇപ്പോൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കിയാൽ ഇതിൽ കുറേ സംഭവം നമ്മളെല്ലാം ഉണ്ട്. ഇപ്പൊ കുറേ ബ്രാൻഡുകൾ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ടച്ചാണ്, ഹൈ സ്പീഡ് ടച്ചാണ്. നമ്മൾ മുമ്പുള്ള സ്കൂളിൽ ടീച്ചർമാരൊക്കെ എന്ത് ചെയ്യും, വൈറ്റ് ചാർക്ക് പീസിൽ ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മളിതായി വളരെ ഈസി ആയിട്ട് ഇപ്പൊ ബ്ലാക്കിൽ നിങ്ങൾ എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും എൻ്റെ പേര് എന്ത് വേണമെങ്കിലും നിങ്ങൾ സ്പീഡായിട്ട് എഴുതാൻ പറ്റും. ഇത് വന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഉള്ള സ്കൂൾ ഓപ്പണിങ്ങിന് ഇൻട്രാക്റ്റീവ് ബോർഡ് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഇൻട്രാക്റ്റീവ് പാനൽ എൻ്റെ കയ്യിൽ വന്നാൽ 80,000 രൂപയ്ക്ക് കിട്ടും. ഇത് 32 ഇഞ്ച് LGയുടെ ഒറിജിനൽ പാനലാണ്. ഇതിന് 3 കൊല്ലമുണ്ട്. ഇത് 24 ഇഞ്ചാണ്. ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് 1500 രൂപ മുതൽ 24 ഇഞ്ച് ടി വി 86 ഇഞ്ച് വരെ എൻ്റെ ഉണ്ട്. ഇപ്പൊ ഇത് നോക്കിയാൽ 65 ഇഞ്ച് QLED ടെക്നോളജിയാണ്. ഈ ടി വി നിങ്ങൾ ഒരു സോണി, സാംസങ്, LG എല്ലാവർക്കും ഒന്ന് പറയാം, എൻ്റെ ബ്രാൻഡ് മത്സരിക്കുന്നത് സോണി, സാംസങ്, LG ഇങ്ങനെയുള്ള 3 ബ്രാൻഡിന്റെ ഒപ്പാണ് നാം മത്സരിക്കാൻ ആഗ്രഹമുള്ളത്. ബാക്കിയുള്ള ഡൽഹി ബ്രാൻഡിന്റെ കൂടെ അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ടി വി നിങ്ങൾ ഒരു ബ്രാൻഡുകളിൽ വാങ്ങിക്കുമ്പം 1 ലക്ഷം രൂപ വരും. പക്ഷേ ഐപ്ലസിൽ വാങ്ങിക്കുമ്പം കുറഞ്ഞ നിസ്സാരം പൈസയെ നമ്മൾ വരത്തുള്ളൂ. കണ്ടല്ല, 75 ഇഞ്ച് ഈ ടി വി ഇന്ന് 1.25 ലക്ഷം രൂപയെങ്കിലും ഒരു ബ്രാൻഡുകളിൽ വരും. ഐപ്ലസും മാത്രം ബ്രാൻഡുകളല്ല, ഐപ്ലസ് ഇന്ന് ലോകം അറിയത്തക്ക ബ്രാൻഡായിട്ട് നിങ്ങൾ തന്നെ മാറ്റിയത്. അതുകൊണ്ടാണ് ഇത്രയും വില കുറവായിട്ട് നമ്മൾ തരുന്നത്. ഓക്കെ, ഇത് കണ്ട വെബ് OS ഇന്നത്തെ ലോകത്തിൽ ഒരുത്തരും ഇതേപോലെ ക്വാളിറ്റിയിൽ ഒരുത്തരും കൊടുക്കാൻ പറ്റൂല. നമ്മളിത് ഏത് ബ്രാൻഡ് ഏത് മെറ്റീരിയൽ വാങ്ങിയാലും വിത്ത് GST പ്രൈസേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. കുറേ പേര് GST ഇടാതാണ് ഇന്ന് വിൽക്കുന്നത്. പക്ഷേ ഐപ്ലസ് GST ഇട്ടാണ് കൊടുക്കുന്നത്. എന്നാലേ നമ്മൾ വന്ന് മുന്നോട്ട് പോകത്തുള്ളൂ. അത് മാത്രമല്ല, കണ്ടല്ലോ സൗണ്ട് ബാർ. ഈ സൗണ്ട് ബാറൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയാം, സൗണ്ട് ബാർ പ്ലസ് ഊഫർ 100 വാട്ട്സ് ആണ്. 4.1 ചാനൽ ഉള്ള ഒരു സാധനം. ഇതാ കണ്ടല്ല, നിങ്ങൾ ചോദിച്ചത് ഇൻട്രാക്റ്റീവ് പാനൽ ഇത് 100 ഇഞ്ചാണ്.
ഈ 100 ഇഞ്ചിൽ നിങ്ങൾക്ക് ക്യാമറ ഉണ്ട്. കണ്ടല്ലോ എത്ര വലിയ ക്യാമറ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ടോ, കണ്ടല്ലോ. ഓൺലൈൻ ക്ലാസ്സും എല്ലാം കുട്ടികൾക്ക് നന്നായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അകത്തൊക്കെ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട് എല്ലാം നമ്മൾ കാണിച്ചു തരാം. ഇവിടെ ഇഷ്ടം പോലെ TV പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഇവിടെ മാത്രമല്ല അല്ലേ, ആലപ്പുഴയും കോട്ടയത്തും ഒക്കെ ബ്രാഞ്ച് ഉണ്ട് അല്ലേ? കേരളത്തിൽ 40 സ്ഥലം, പാലക്കാട് തൊട്ട് കന്യാകുമാരി വരെ i+ന്റെ ഷോറൂമും ഉണ്ട്. ആർക്കൊക്കെ വേണമെങ്കിലും i+ൽ വിളിക്കാം, നമ്മൾ അവരുടെ നമ്പറൊക്കെ തരാം. ഇതൊക്കെ ഇന്ന് ഡെലിവറി ആണ്, കണ്ടല്ലോ. എല്ലാ ബ്രാൻഡുകളും ഇന്ന് കുറേ ആളുകൾ നമ്മൾ എല്ലാം QC ചെക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളെ ബ്രാൻഡ് മാത്രമല്ല, നിങ്ങളെ പേര് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരും. ഇതെല്ലാമേ QC ചെയ്തുകൊണ്ടിരിക്കും. 86 ഇഞ്ചുണ്ട്, 75 ഉണ്ട്, എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് കുറേ സ്റ്റോക്കുകൾ നമ്മൾ കാണിച്ചു തരാം. i+ എന്ന് വെച്ചാൽ കണ്ടല്ലോ ഗൂഗിൾ TV ആണ്. ഈ ഗൂഗിൾ TV ഇന്നത്തെ ഇതില് നമ്മൾ ഗൂഗിളിന്റെ ഇന്ത്യയിലെ ആത്രൈസ്ഡ് പേഴ്സൺ i+ ആണ്. അതിനുള്ള എല്ലാ സർട്ടിഫിക്കറ്റും എൻ്റെ കമ്പനിയിൽ മുമ്പ് തന്നെ നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ പേര് കേരളത്തിൽ പൈസ കുറച്ച് വായിക്കുന്നുണ്ട്. എന്ന് വേണമെങ്കിലും നിങ്ങൾ കുറച്ച് വായിക്കുന്ന TV പൊട്ടിപ്പോവാം. പക്ഷേ ബ്രാൻഡുകളിൽ നിങ്ങൾ വാങ്ങിച്ചാൽ ഒരു വർഷം ഏത് പ്രശ്നം വരത്തില്ല. ഇത്രയും ഓഫേഴ്സ് വെക്കാനുള്ള കാരണം എന്താണ്? ഓഫേഴ്സ് ഒന്നുമില്ല. ഓഫേഴ്സ് നമ്മളെ ഇന്ന് കുറേ പേര് പറയുന്നുള്ളൂ, എന്നെ കൊണ്ട് എന്ത് പറ്റുമോ അതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓഫേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റും. 3 കൊല്ലം റീപ്ലേസ്മെന്റ്. നമ്മൾ ഒരു സാധനം വച്ചാലും, ഒരു വണ്ടിയോ ഒരു കാറോ വച്ചാലും 3 കൊല്ലം സ്വസ്ഥതായിട്ട് നമ്മൾ പോയാൽ പ്രശ്നമില്ല. നമ്മൾ ഫാമിലിയോട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് 1 കൊല്ലത്തിൽ കേട് വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നമെന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഇന്ന് അത്യാവശ്യത്തിന് എല്ലാവരും 12 മണിക്കൂർ നോക്കുന്ന ഒരേ പ്രോഡക്റ്റ് എന്താണ്? TV. ആ TV നല്ല ക്വാളിറ്റിയിൽ എൻ്റെ കേരളത്തിൽ, ഞാൻ ജനിച്ച് വളർന്ന കേരളത്തിലുള്ള എല്ലാവർക്കും നല്ല ക്വാളിറ്റി TV കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതേപോലെ കൊടുത്തിരിക്കും. ചേട്ടൻ തിരുവനന്തപുരംകാരനാണ്, അവിടെ നിന്ന് ഇവിടേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? അതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഞാൻ പറയാൻ വേണം. തിരുവനന്തപുരത്ത് നിന്ന് ജീവിക്കാൻ പറ്റിയതാണ് ഞാൻ ഇന്ന് തമിഴ്നാട്ടിലോട്ട് വന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ കേരളത്തിലുള്ളവരും എന്നെ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയ്ക്ക് വലിയ കമ്പനി ആയത് കാരണം കേരളത്തിൽ എൻ്റെ കസ്റ്റമറും മാത്രമല്ല, എൻ്റെ ഡീലറും മാത്രം. ഈ ഒരു TV എന്നൊരു ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ട? ഞാനൊന്നും വലിയ ഒരു MBBS ഡോക്ടറോ ഒരു എഞ്ചിനീയറോ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് മാത്രമാണ്. പക്ഷേ എനിക്ക് ആഗ്രഹം കുറേ ഉണ്ട്. ഏതെങ്കിലും ഒരു മാൻ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ചെയ്യണം. ആ അച്ചീവ്മെന്റ് ആണ് ഇന്ന് കേരളത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു അത്യാവശ്യം നമ്മളെ പഠിക്കും, ഒരു 10ാം ക്ലാസ് പഠിച്ചിരിക്കും, ഒരു 12ാം ക്ലാസ് പഠിച്ചിരിക്കും. അതിനേക്കാൾ കൂടുതൽ പഠിക്കാൻ അവരുടെ പൈസ കാണില്ല. അതേപോലെ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ബിസിനസ്സിന് എൻ്റെ അച്ഛൻ തന്നത് 5000 രൂപ മാത്രമാണ്. പക്ഷേ ഇന്ന് ഒരു കൊല്ലം എൻ്റെ ടേൺ ഓവർ 200 കോടിക്കാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കാലമായിട്ടുണ്ട്? ഇത് 98ലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്മാർട്ട് TV അല്ലാണ്ട് ഇവിടെ എന്തൊക്കെയാണുള്ളത്? മൾട്ടി ബ്രാൻഡ് സർവീസ് ഉണ്ട്. ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് സർവീസ് ഉണ്ട്. വാറണ്ടി കഴിഞ്ഞ സോണി, സാംസങ്, LG പലതരപ്പെട്ട ബ്രാൻഡ് 1 കൊല്ലം വാറണ്ടി കഴിഞ്ഞാൽ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ള സർവീസ് സെൻറ്റർ ഏറ്റവും ഇന്ത്യയിൽ എൻ്റെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണിക്കാം. പോവാം. അടുത്ത നമുക്ക് ഇവിടെ എല്ലാ ബ്രാൻഡിന്റെയും വാറണ്ടി കഴിഞ്ഞ TVs ഇവിടെ കളക്ട് ചെയ്തിട്ട് ഇവിടെ റിപ്പയർ ചെയ്യാറുണ്ട്. നമുക്ക് അതിന്റെ ഒരു സെക്ഷനിലേക്ക് പോയി നോക്കാം. ഇപ്പൊ നിങ്ങൾ അകത്ത് വന്നാൽ കാണാം കുറേ ബ്രാൻഡ് ഉണ്ട്. കണ്ടല്ലോ, ഇൻഡെക്സ് ഇതൊരു ബ്രാൻഡാണ്, വാറണ്ടി കഴിഞ്ഞു പോയി. അതേപോലെ കുറേ വാറണ്ടി കഴിഞ്ഞ TVകൾ i+ലോട്ട് നിങ്ങൾ വന്നാൽ കാണാൻ പറ്റും. ഇതൊക്കെ കണ്ടല്ലോ, സോണി, സാംസങ്, LG കണ്ടല്ലോ. ഇതെല്ലാമേ വാറണ്ടി കഴിഞ്ഞു പോയ TVകളാണ്. ഈ TV അത്രയും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എൻ്റെ i+ലെ വരത്തുള്ളൂ. ഇതൊരു മികപ്പെരിയ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ കാണിക്കാം. കണ്ട ഇത്രയും വലിയ ഒരു ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ത് പ്രശ്നം വന്നാലും LED-യിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റിപ്പയർ ചെയ്ത് തരും, അതിനുള്ള വാറണ്ടിയും തരും. ഏത് ബ്രാൻഡായിരിക്കട്ടെ. ഇതാ കാണിക്കല, ഇത് ഫുള്ള മൾട്ടി ബ്രാൻഡാണ്. ഇതിൽ i+ കാണും, സോണി കാണും, LG കാണും. എത്ര പേരുണ്ടാവും ഇവിടെ മൊത്തം ജോലിക്കായിട്ട്? 90 വർക്കേഴ്സിന്റെ മുകളിലുള്ള ഒരു വലിയ കമ്പനിയാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോ എത്ര പേരായിട്ടാണ്? ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഒരു സഞ്ചിയും പിടിച്ച് ഒരു TV സ്വിച്ചിലാണ് പോയത്. അതൊക്കെ പണ്ടത്തെ കാലം. അന്ന് വിചാരിച്ചില്ലല്ലോ അല്ലെ ഇത്രയും സ്റ്റാഫ് ഒക്കെ ആയിട്ട്. ഒന്നല്ല, നിങ്ങൾ ഓരോരുത്തരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കാൻ പറ്റും.
തിരുവനന്തപുരത്ത് നിന്നും വെറും 5000 രൂപ അച്ഛന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇവിടെ എത്തിയതാണ് ചേട്ടൻ. എന്നിട്ടാണ് ഇപ്പൊ ഈ ഒരു വലിയൊരു കമ്പനിയുടെ ഓണറായി ഇവിടെ നിൽക്കുന്നത്. ഓണറായി ഒരു കമ്പനിയുടെ ഓണറാകുമ്പോൾ അവൻ പാവമാണ്. ഓണറൊക്കെ കേരളത്തിലെ എത്ര കമ്പനിക്കാര് ഓണറായി ഇന്നും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ കൊണ്ട് മുന്നോട്ട് പോവാൻ പറ്റാത്ത ഒരു കാരണം എന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റൂല. ബിസിനസ് ചെയ്യണമെങ്കിൽ അത്ര കഷ്ടപ്പാടാണ് ഇന്ന് കേരളത്തിലുള്ളത്. ദയവേത് നിങ്ങൾ വിചാരിക്കണം, കേരളം ഇന്ന് ഇന്ത്യയിൽ വലിയ ഒരു ബിസിനസ്സായിട്ട് മാറണമെങ്കിൽ കേരളത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇവിടെ ഞാൻ തുടങ്ങിയ കമ്പനി പോലെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഓരോരുത്തരും വലിയ വലിയ കമ്പനികൾ ഇൻഡസ്ട്രിയൽ IT കമ്പനി വരും. നമ്മളൊരു ടിവിയോ കമ്പ്യൂട്ടറോ എന്താവട്ടെ വാങ്ങിക്കഴിഞ്ഞിട്ട് വാറണ്ടി കഴിഞ്ഞു പോയി സാധനം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ. നേരെ iPlusലേക്ക് വന്നു കഴിഞ്ഞാൽ വാറണ്ടി കഴിഞ്ഞ ടെൻഷൻ ഇനി നിങ്ങൾക്ക് വേണ്ട. ഇവിടെ വാറണ്ടി കഴിഞ്ഞ ടിവിയുടെ ഓപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിൽ ഇതേപോലെ മെഷീനൊക്കെ വാങ്ങി വയ്ക്കാം. പക്ഷേ അവർക്കുള്ള ചെയ്യാനുള്ള എഞ്ചിനീയർ കിട്ടണം, അത്രയ്ക്കുള്ള വെൽ പവർ വേണം, സ്പാർസ് വേണം. അതിവിടെയൊക്കെ ആർക്കില്ല. നമ്മൾ കുറേ കൊല്ലം ചെയ്യുന്നുണ്ട്. കസ്റ്റമർ നമുക്ക് നല്ല സപ്പോർട്ടുണ്ട്, ഡീലർമാർ കുറേ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ പനാസോണിക്കിന്റെ ഒക്കെ ടി വി ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ചിപ്പും ഒക്കെ മാറ്റിയിടുമ്പോൾ നമ്മുടെ ഐക്കെയറിന്റെ ചിപ്പ് യൂസ് ചെയ്തു അവരുടെ തന്നെ ചിപ്പ് ബ്രാൻഡഡ് മാത്രമേ നമ്മൾ ചെയ്തു. നിങ്ങൾ ഏത് ബ്രാൻഡിൽ പോയാലും വാറണ്ടി ഉള്ളപ്പോൾ അവർ പ്രോഡക്റ്റ് അങ്ങനെ മാറ്റിയാണ് കൊടുക്കുന്നത്. വാറണ്ടി കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ ഇവിടെ അങ്ങനെയല്ല. കണ്ടല്ല, ഇത് ഒരു VU TV ആണ്. ഈ VU TV വാറണ്ടി കഴിഞ്ഞു. ഓക്കെ, iPlus TV ആണ്. ഇത് വാറണ്ടി കഴിഞ്ഞാണ്, 4 കൊല്ലം മുമ്പ് വാങ്ങിയതാണ്. ഇതേപോലെ സാംസങ് സാംസങ് ഏറ്റവും OnePlus ഈ TV ഒക്കെ 1 കൊല്ലം വാറണ്ടി കഴിഞ്ഞു. അങ്ങനെ പ്രശ്നം. സോണി, ലോയ്ഡ്, റെഡ്മി, റിയൽമി, ഇങ്ങനെ കുറേ ബ്രാൻഡൊക്കെ നമ്മളുണ്ട്. ഒരു TV നിങ്ങൾ വാങ്ങിക്കാൻ നേരത്ത് ആ TVക്ക് സർവീസ് കിട്ടുമെന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഏത് ബ്രാൻഡ് TV വാങ്ങിയാലും അത് വേസ്റ്റാണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇതൊക്കെ ഇവിടെ കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ടോ എന്ന് എനിക്കൊരു 30 TV എങ്കിലും കൊറിയറായിട്ടും കാറിലും കൊണ്ടുവരും. നമ്മളെ കൊണ്ട് മുമ്പൊക്കെ കുറച്ച് സമയമെടുത്തു. ഇപ്പം അങ്ങനെയല്ല, ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ റെഡി ചെയ്ത് കൊടുക്കും. റെഡി ചെയ്ത് അവരെ വീട്ടിൽ തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ പേഴ്സണലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, TV മേളിൽ നിന്ന് താഴെ ഇട്ട് പൊട്ടിച്ചിട്ട് ഒരു പരസ്യം പോലെ ചെയ്തിരുന്നു. അത് എന്തുകൊണ്ടാണ്? അതെ, നമ്മൾ പൊട്ടിച്ചാൽ വാറണ്ടി കൊടുക്കുമോ എന്ന് കുറേ പേർ ചോദിച്ചു. അതുകൊണ്ട് ഒരു TVയെ നമ്മൾ മുകളിൽ നിന്ന് താഴെ ഇട്ടു പൊട്ടിച്ച് കാണിച്ചു. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചാലും അറിയാതെ പൊട്ടിച്ചാലും iPlusന് മാറ്റി കൊടുക്കും എന്ന ഒരു അവയർനെസ് വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അതെന്തുകൊണ്ട് ഈ കുട്ടികൾ തല്ലിപ്പോ മനഃപൂർവ്വം പൊട്ടിച്ചാൽ പോലും മാറ്റി കൊടുക്കും എന്ന് പറയാൻ കാരണം? ഇപ്പോൾ എന്നെ വിശ്വസിച്ചാണ് എൻ്റെ ബ്രാൻഡ് വാങ്ങിക്കുന്നത്. പിന്നെ അവർക്ക് ഞാൻ ഒരു സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എൻ്റെ ബ്രാൻഡ് വാങ്ങിക്കാൻ എന്താ അവർ വരുന്നത്? ഇന്ന് എത്രയോ ബ്രാൻഡുകൾ കേരളത്തിലുണ്ടല്ലോ. എന്തുകൊണ്ട് എൻ്റെ ബ്രാൻഡ് വാങ്ങിക്കാൻ വരുന്നത്? iPlus വാങ്ങിയാൽ എൻ്റെ കൊച്ചുങ്ങൾ തമ്മിൽ പൊട്ടിച്ചിട്ടും ഉണ്ട്, നമ്മൾ മാറ്റി കൊടുത്തിട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ iPlus TV LED TVയുടെ ഒരു സ്റ്റോറി തന്നെ മൊത്തത്തിൽ കേട്ടിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടൻ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ iPlusൽ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ട് വിളിക്കുന്നവർക്ക് നമ്മൾ നല്ല ഒരു പ്രൈസിന് കിട്ടും. കേരളത്തിൽ എവിടെ ചെന്നാലും നിങ്ങൾ വാങ്ങിക്കാം. അതുമാത്രമല്ല, ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന് ഈ ചാനൽ എൻ്റെ കമ്പനിയിൽ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ ചാനലിന് വേണ്ടി ഒരു നന്ദിയുണ്ട്. അതുമാത്രമല്ല, ഈ ചാനൽ കാണുന്നവർ ഓരോരുത്തരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടണെ അമർത്തുക. അതുമാത്രമല്ല, എന്നെ കുറെ പേര് തെറി വിളിക്കും. തെറി വിളിക്കുന്നവരെ വിളിച്ചോട്ടെ. തെറി വിളിച്ചാൽ മാത്രമേ നമ്മൾ മുകളിലോട്ട് പോകത്തുള്ളൂ. ബൈ, സീ യു. വീഡിയോ കാണുന്നവരെ ചേട്ടനെ വിളിക്കുന്ന പോരായിട്ട് എന്നെ വിളിക്കാനും ചാൻസ് ഉണ്ട്. ആങ്കർ ഇപ്പൊ ഞാനാണോ ചേട്ടനാണോ എന്നാണ് സംശയം. അതൊക്കെ സാരമില്ല. ഒவ்வொரு വർഷം കഥാനായകൻ വില്ലനാവും, വില്ലൻ കഥാനായകനാവും. ചേട്ടന്റെ ഹൈ എനർജിയിൽ പിടിച്ചു നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയില്ല. കേറി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നിർത്താണ്ട് സംസാരിക്കാണ്. എനിക്കൊരു ഗ്യാപ്പ് പോലും ഈ ഹൈ എനർജി എനിക്ക് തന്നത് കേരളത്തിലുള്ള നിങ്ങൾ. ഓക്കെ, താങ്ക് യു. ബൈ, സീ യു.